പിന്നെ ഇതെന്നറിയത് എന്തിന്റെ കരള്? പോത്തുമല്ല, മീൻ. നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ ഈ മീനിന്റെ കരളിനെ ചെറിയ ചെറിയ പീസുകളാക്കാം. ഓക്കെ, എന്താണെന്നറിയോ? കാണിച്ചു തരാം. ഓക്കെ, ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, ഇവന് ഇനി എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ബോർ അടുപ്പിക്കുന്നില്ല. ഇതായിരുന്നു എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ ഉണ്ടാവും അല്ലേ? വാ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മുടെ ആമ ഇവിടുന്ന് പോകണ്ട. നമ്മുടെ ആമയ്ക്ക് ഇന്ന് വെറൈറ്റി ഫുഡ് കൊടുക്കാൻ പോവാണ്. നമ്മൾ തണ്ണിമത്തം കൊടുത്തിട്ടുണ്ട്, മീൻ കൊടുത്തിട്ടുണ്ട്, ചെമ്മീൻ കൊടുത്തിട്ടുണ്ട്, കക്കയിറച്ചി കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടില്ലേ? ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന മീനിന്റെ കരളാണ് കേട്ടോ. അതിൽക്കൂടെ ഇതൊന്ന് പൊക്കി വെച്ച് ഇച്ചിരിയും കൂടെ ഒന്ന് പഠിച്ചു പോയല്ലോ. പെർഫെക്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ അരാപ്പൈമയ്ക്ക് ഇച്ചിരി കൊടുത്താലോ? എല്ലാവരും ചോദിച്ചായിരുന്നു നമ്മുടെ അരാപ്പൈമ എന്ത് ചെയ്യാൻ വളർന്നോന്ന്. ഇതുണ്ടല്ലോ, നിങ്ങൾ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോ നോക്കി അറിയാം, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പായലൊക്കെ ഇതിനകത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് മുള്ളമ്പായലൊക്കെ. ഉള്ളി ഭയങ്കര അഗ്രസീവ് ചെയ്തോണ്ടേ. കണ്ടോണേ, കൈ വെച്ച് കൊടുത്താൽ കൈക്കിട്ട് വെട്ടും. നോക്കണം. ആ വെള്ളത്തിന്റെ തുള്ളി വീഴുമ്പോഴേക്കും പുള്ളി ഓർക്കുന്നത് എന്തോ തിന്നാനുള്ള സാധനം. ഇത് കണ്ടോണേ, ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര അഗ്രസീവ്. എന്താണ് നമുക്ക് ഇവന് കുറച്ച് ഇത് കൊടുക്കാമല്ലോ ഹരിക്കൂട്ട. ഇതിനൊന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട്. ഇതിന് നമ്മൾ എല്ലാ ഫുഡും കൊടുക്കും കേട്ടോ. നമ്മൾ മീൻ വെട്ടുന്നതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കും. ഇത് വേണം. അയ്യോ വേണ്ട വേണ്ട. ഓ കേട്ടാ, ഭയങ്കര ആക്യുറേറ്റാ പുള്ളി. തീറ്റ വീഴുന്നത് നോക്കി നിൽക്കും. കറക്റ്റ് തീറ്റ വീഴുമ്പോഴേക്കും വന്ന് വെട്ടുകയും ചെയ്യും. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവൻ്റെ വാലയിലൊക്കെ ഓറഞ്ച് കളറൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ഇച്ചിരി ചെറിയ പീസ് കൊടുക്കാവേ. അടുത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ മുള്ളുള്ള പീസാണ്. അവിടെ നമ്മളിങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേക്കും പുള്ളി പൊങ്ങി വന്നാലേ ഉള്ളൂ ആ വെട്ടുന്ന ഒച്ച കേൾക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോടെ, ഓ തെറിപ്പിച്ച് കളഞ്ഞ്, കിട്ടിയില്ല. അയ്യോ, താന്നു പോന്നു. ഇല്ല, അത് കണ്ടില്ല. ആ വെട്ടി തെറിപ്പിച്ച് കളഞ്ഞു. ഇവിടുന്ന് തെറിച്ച് ഇപ്പുറം വന്നുണ്ടായിരുന്നോ? ഉണ്ടല്ലോ, നൈസായിട്ട് പുള്ളി ഇത് കഴിച്ച്. നമ്മൾ എല്ലാ ദിവസവും തീറ്റ കൊടുക്കത്തില്ല. ഇതിന് ഒന്നരാടനൊക്കെ കൂടുമ്പോൾ തീറ്റ കൊടുക്കാറുള്ളൂ. എന്താ എല്ലാ ദിവസവും കൊടുക്കാതിന്റെ കാര്യം? അപ്പൊ നമ്മൾ ഇത്രയും കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആമയ്ക്കാണ്. ഓക്കെ, ഇല്ല, നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. സാധാരണ നമ്മൾ തീറ്റ എവിടെ ഇടുന്നത്? വെള്ളത്തിനകത്തല്ലേ ഇടുന്നേ. ഇപ്രാവശ്യം നമ്മൾ വെള്ളത്തിന് മേളിൽ വെക്കും. നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാ പ്രാവശ്യം നമ്മൾ വെള്ളത്തിന് അടിയിലാണ് ഇടുന്നത്. അപ്പോഴേക്കും നല്ല ഫൈറ്റാണ്, സക്കറും ആമകളുമായിട്ട് ഭയങ്കര ഫൈറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കരളെല്ലാം കൂടെ നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന ആ ഡ്രിഫ്റ്റ് വുഡില്ലേ, ആ തടിയുടെ മേളിൽ നമ്മൾ വെക്കും. അപ്പോൾ തടിയുടെ മേളിൽ മീനൊന്നും കഴിക്കാൻ പറ്റുമോ? ഇല്ല, ആമയ്ക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ ഫോണിലോട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ആമ ഒന്ന് കഴിക്കുവാണെങ്കിൽ. നിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഫോണേ നോക്ക്, നിന്നെ കാണുന്നേ. നമ്മൾ മൊത്തം കൺഫ്യൂഷനായി. ഇതാരത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിക്കുട്ടൻ മൊത്തം കൺഫ്യൂഷനായി കേട്ടോ. എവിടെയാണ് നോക്കണ്ടെന്ന് അറിയത്തില്ല. അവിടെ അല്ലല്ലോ നോക്കണ്ടേ, ഈ ക്യാമറ നോക്ക്, തിരിഞ്ഞു നോക്കിയേ. മൊത്തം കൺഫ്യൂഷനായില്ലേ? നീ നോക്കിയോ, അപ്പൊ നിനക്ക് മനസ്സിലാവും. നിന്നെ തന്നെ കാണോ? എന്നാ ഇപ്പോഴോ? ഇപ്പൊ നമ്മൾ രണ്ടിനെ കാണാം. ഇപ്പൊ വേണ്ട, നമ്മുടെ ആമ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു ഇങ്ങനത്തെ ഭാഷയൊക്കെ? ആരും പറയല്ലോ കേട്ടോ. നമുക്കങ്ങ് വെച്ചാലോ? നമുക്ക് ആദ്യമേ ക്യാമറ വെക്കാം കേട്ടോ. വെള്ളത്തിലല്ല, നമ്മൾ ഇപ്രാവശ്യം വെള്ളത്തിന് മേളിൽ വെക്കണം. ക്യാമറ വെക്കുവാണേ. ഞാൻ വെക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് പറയണേ. ഓറഞ്ച് ഫിഷ് നമ്മുടെ ക്യാമറയുടെ അവിടെ. അങ്ങനെ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ആമതേ വന്നിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട് ഇതിനകത്ത്.
ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് 3 കാര്യം മനസ്സിലാവും. അങ്ങനെ ആദ്യത്തെ കരയ്ക്ക് കയറുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഇങ്ങനെ വെച്ചപ്പോഴേക്കും അവന്മാർ കയറുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് അവർ മേളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. പയ്യെ കയറി വരുന്നുണ്ട്. അങ്ങനെ വളരെ പയ്യെ ഒരെണ്ണം കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പുള്ളി പരിസരം മൊത്തം നിരീക്ഷിച്ചിട്ടാണ് യാതൊരു വിധത്തിലെ ശബ്ദം ഇല്ലെങ്കിൽ മാത്രമേ കയറി വരത്തുള്ളൂ. അടിപൊളി. തീറ്റെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ തിരിച്ചു പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ പാറയിൽ നിന്നും തടിയിൽ നിന്നൊക്കെ വളരെ സ്പീഡിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവയെ റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് വിളിക്കുന്നത്. വളരെ പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി പോകാൻ പറ്റുന്നതുകൊണ്ട്. മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളത്തിന് മേളിൽ ഇരുന്ന് കഴിക്കാത്തതെന്ന് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. വെള്ളത്തിനടിയിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ എടുത്തിട്ട് പോകണം. അതേ അടുത്ത വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം മനസ്സിലാവും, ഇവരുടെ നഖം വളരെ ഷാർപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് തടിയിലും കല്ലയിലും ഒക്കെ വളരെ ഈസി ആയിട്ട് പിടിച്ച് കയറാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ തടിയെ കൂടെ പുള്ളി വളരെ സിമ്പിളായിട്ടാണ് പിടിച്ച് കയറി വരുന്നത്. നമ്മൾ അക്വേറിയത്തിൽ നിന്നും മേടിച്ചതിനേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ കളറൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും വെയിൽ കൊള്ളുന്നത് കൊണ്ടായിരിക്കും. പിന്നെ ഇവന്മാരെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട് ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കഴിക്കുന്നുണ്ട്. നമ്മളിതിന് മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും കുറച്ച് പേരിങ്ങനെ പറഞ്ഞായിരുന്നു ഇവൻ നമ്മുടെ ഗോൾഡ് ഫിഷിനെ തിന്നാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ചെറുപ്പത്തിലേ തൊട്ട് കണ്ടുവരുന്നതുകൊണ്ട് തിന്നുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമുക്ക് എന്തായാലും ഗോൾഡ് ഫിഷിൻ്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ക്യാമറയിൽ കാണാം. നമ്മുടെ 2 പേരും ഇവർ 2 മെയിൽ ടർട്ടിൽസ് ആണ്. 2 പേരുണ്ട്, 2 ഡയറക്ഷനിലാന്നേ ഉള്ളൂ. ഗോൾഡ് ഫിഷ് സ്നേഹം കാണിക്കാൻ വേണ്ടി ചെന്നാണ് കേട്ടോ. കണ്ടറിയാം ഗോൾഡ് ഫിഷിനെ തിന്നുമല്ലോ എന്ന്. എന്താണല്ലോ ഇപ്പോൾ തിന്നത്തില്ലായിരിക്കും, കുറച്ചും കൂടി വലുപ്പം വെച്ചാലേ ഉള്ളായിരിക്കും അറ്റാക്കിങ് ചെയ്യുവാണെങ്കിലും ചെയ്യത്തുള്ളൂ. ഈ തടിയാണ് ഇവിടെ ഇവന്മാരുടെ ഫേവറേറ്റ് പ്ലേസ്. നമ്മളെപ്പോൾ വന്നാലും തന്നെ ഇതേ കയറി ഇരുന്ന് വെയിൽ കൊള്ളുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇവന്മാരെ വളർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് വെയിൽ കൊള്ളാൻ പാകത്തിന് എവിടെയെങ്കിലും ഇവരെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് വെയിൽ കൊള്ളേണ്ട അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ആമയ്ക്ക് തീറ്റ കൊടുക്കാണ്ടല്ലോ. എന്താണെങ്കിലും ഇപ്രാവശ്യം അവന്മാർ അടിയൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ല. സാധാരണ എല്ലാ പ്രാവശ്യം നമ്മളൊക്കെ സംഭവിക്കുന്നത് ബ്ലാക്ക് ഫിഷ് ആമേനെ തട്ടിയിടും. അത് ഭയങ്കര ഇഷ്ടക്കുറവല്ലേ ആമേനെ? ഒട്ടും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓറഞ്ച് ഫിഷും ആമയും കൂടി ഫ്രണ്ട്സ് ആയി. പക്ഷേ നമ്മുടെ സക്കർ ഫിഷ് ഫ്രണ്ട്സ് ആയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം മേളിൽ വെച്ച് കൊടുത്തത്. ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ പുറകെ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. ഇനി നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അക്വേറിയത്തിലെ വെള്ളം എങ്ങനെയാണ് ഇത്രയും ക്ലീൻ ആയിട്ട് വെക്കുന്നത്, അതുപോലെ തന്നെ ഗ്ലാസ് എങ്ങനെ ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്നത്, അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു.
നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാറില്ല ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട്. ഗ്ലാസ് ക്ലീൻ ചെയ്ത് എന്നതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ സ്നെയിൽസ് ഉണ്ട്. അപ്പോൾ സ്നെയിൽ ഗ്ലാസ് ക്ലീൻ ചെയ്തോളും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വെള്ളം ഇത്ര ക്ലിയർ ആയിട്ടിരിക്കാൻ കാര്യം ഷ്രിമ്പാണ്. ഈ ഷ്രിമ്പ് എന്ന് പറയുന്ന ആൽഗയെ തിന്നുന്നത്, ഷ്രിമ്പും സ്നെയിലും ആൽഗയെ തിന്നുന്നതിൽ ഇതുമാതിരി ബെസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൽഗയുടെ ഗ്രോത്ത് അല്ല ഇവർ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് വെള്ളം ഇത്രയും ക്ലീൻ ആയിട്ട്. പിന്നെ മൂന്നാമതായിട്ട് എല്ലാവരും ചോദിച്ച കാര്യം, നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് വെള്ളം മാറ്റുന്നത്, എത്ര നാൾ കൂടുമ്പോഴാണ് വെള്ളം മാറ്റുന്നത് എന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിൽ 1 പ്രാവശ്യം വെള്ളം മാറ്റും. അതും ഫുള്ള് വെള്ളം മാറ്റത്തില്ല. ഇതിപ്പോൾ കണ്ടോ എത്ര ഉണ്ട്, നമ്മളൊരു ഹാഫ് വെള്ളം മാറ്റും. ആ വെള്ളം മാറ്റുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹരിക്കോട്ടെ അതിനകത്തിട്ട് നമ്മുടെ ഓസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ വലിക്കുക. ഇടയ്ക്ക് നിന്റെ മോങ്ങടെ കാണിച്ചു വേണമെങ്കിൽ കാണിച്ചോ, നീ കാണിച്ചു നോക്കട്ടെ, നീ പറയാണ്ടോ. ഇപ്പം ഇവിടെ വെള്ളം വരും കേട്ടോ. വെള്ളം വരും, നമ്മൾ ഇതങ്ങ് താഴേക്ക് ഇടും. കണ്ടല്ലോ, നമ്മൾ ഗ്ലാസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ചുമ്മാ വെള്ളം പകുതി ഒരു വലിച്ചു വിട്ട് കളഞ്ഞതേ ഉള്ളൂ. നല്ല ക്ലിയർ വെള്ളമായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാർഡ്ലി ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ അത് വെള്ളം മാറുക എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അക്വാസ്കേപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സംഭവം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതുണ്ടോ, ഒരു മീൻ ഇട്ടില്ല, അത് ചുമ്മാ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് പ്ലാന്റ് ഒക്കെ ഒന്ന് പിടിക്കണം. പ്ലാന്റ് ഒക്കെ പിടിച്ച് നമ്മൾ മീനിനെ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല. അപ്പം മീനിനെ പ്രോപ്പറായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻ. എന്റെ പേര് പറഞ്ഞു മടുത്തല്ലോ. എന്നാലൊന്ന് പറഞ്ഞേക്ക്. എന്നാലൊന്ന് പറഞ്ഞേക്ക് ജസ്റ്റ്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നല്ലേ ഹരിക്കുട്ടൻ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ, ഹരിക്കുട്ടൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്ന് 13 വെച്ചാൽ 13 വെച്ചാൽ 30 അതെ 40 ആവുമ്പോ വീഡിയോ ഇറക്കണം. 14 അല്ല, വീഡിയോ വെള്ളിയാഴ്ച ഫ്രൈഡേ. അത് പറ്റില്ല, നമ്മളെല്ലാ വെള്ളിയാഴ്ച വീഡിയോ ഇടുന്നത്. അങ്ങനെ മതി. എന്നാ കേട്ടോ. ചോപ്പിലായിട്ട് കത്തിയിട്ടുണ്ടോ? എന്നാ എന്നാ ഓടിക്കോ.